ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ വെക്കേഷൻ അടിച്ചു പൊളിക്കുന്ന സമയത്ത് എന്തൊരു ചൂടല്ലേ വീട്ടിൻ്റെ അകത്തും പുറത്തും. അപ്പം നമ്മുടെ ശരീരത്തിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു കിടക്കാച്ച തണുപ്പ് സാധനമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് 3 പഴമാണ്. അത് നമുക്ക് നല്ല കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കണം. പെട്ടെന്ന് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കുനുകുനാന്ന് അരിയുന്നത്. അപ്പോൾ ഗായ്സ്, ഞാനിനി ഈ കുഞ്ഞുകുഞ്ഞായിട്ട് ഈ പഴം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെന്ന് തന്നെ നമുക്ക് മിക്സിയിലോട്ട് ഇടാം. ഗായ്സ്, അപ്പോൾ ഞാൻ ഇനി ഫസ്റ്റ് മോട്ടിലിട്ട് ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. ഗായ്സ്, അപ്പം നമുക്ക് പഴം നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടത്തില്ല, കാരണം അത് പഴം മാത്രമേ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഗായ്സ്, അപ്പം നമ്മുടെ പഴം നല്ല രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു പാക്കറ്റ് മുഴുവൻ ഇട്ടാലേ ഉള്ളൂ നമുക്ക് അതിന് ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഗായ്സ്, അപ്പം നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. ഗായ്സ്, അപ്പം നമ്മുടെ ബൂസ്റ്റും പഴവും നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ പഞ്ചസാര ഗൈസ്, ഇപ്പം നമ്മുടെ പഞ്ചസാരയും നല്ല രീതിയിൽ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ മിൽമയുടെ പാലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഞാനിപ്പം ഒരു 300 ml എടുത്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ മുമ്പേ ഒഴിച്ചു കൊടുത്തത്. അപ്പം നമുക്കിനി ഇത് കുറച്ചായിട്ട് ഒഴിക്കാം. ഇത് ഒന്നിച്ചൊഴിച്ചാൽ ചിലപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്തെല്ലാം അത് തെറിക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. അതിപ്പം നമ്മുടെ ഇത് കുറച്ചായിട്ട് അരിഞ്ഞു വരുമ്പോൾ അത് കുറച്ചുകൂടെ തിക്കായ സാധനം നമുക്ക് കുറച്ചായിട്ട് ലൂസ് ആക്കാനും പറ്റും. ഇപ്പം അതൊക്കെ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ബാക്കി പാലും കൂടെ 3 സെറ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കട്ടി കൂടുതലാണ് പാലില്ലെങ്കിൽ നമുക്ക് ഒരു അര ഗ്ലാസ് ഒന്നും വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ. അപ്പം ഞാൻ മുഴുവൻ പാലും ഒഴിച്ചിട്ട് അരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇത് കുറച്ചുകൂടെ കൺസിസ്റ്റൻസി ക്രീമി ആവാൻ വേണ്ടി ഞാൻ നമ്മുടെ ട്രോപ്പിലൈറ്റ് ടീച്ചിയുടെയോ ഫിയോണ ചേട്ടൻ്റെയോ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വിപ്പിംഗ് ക്രീം എടുക്കാം. ഇതിപ്പോൾ ഞാൻ കേക്കിന് ബാക്കി വന്ന ക്രീം വിപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പം നമുക്കിനി ഇത്രയും കൂടെ നമുക്ക് ഈ ജ്യൂസിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഗൈസ്, ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൽ ഇതിൻ്റെ അകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കണം. ഗൈസ്, അപ്പം നമ്മുടെ ഇത് എല്ലാം ഇട്ട് നമ്മൾ നല്ല കുട്ടപ്പനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യുക മാത്രം മതി. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി സെർവ് ചെയ്യുകയും കൂടെ ചെയ്താൽ മതി. നമുക്കിനി ഗ്ലാസ്സുകളെ വിളിക്കാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഗ്ലാസ്സിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് വന്നിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഹർഷയുടെ സിറപ്പ് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അതങ്ങ് ഈ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി കാണുക. ഗൈസ്, അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇനി നമ്മുടെ ഈ ഷാർജ ഞാൻ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് നിറഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ നല്ല രസമുണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ കൊക്കക്കോള ഒഴിക്കുമ്പോൾ വരുന്ന ഒരു എഫക്റ്റാണ്. നമുക്കിതും കൂടെ നിറച്ചെടുക്കാം. ഗായ്സ്, അപ്പം ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് സ്ട്രോ വേണ്ടേ? സ്ട്രോയും ബൂസ്റ്റും കുറച്ച് മേലിലേക്ക് കുറച്ച് ഡിസൈനായിട്ട് ഇട്ട് കൊടുക്കാം. ഗായ്സ്, സ്ട്രോ. അപ്പം നമുക്കിനി ഇത് 2ഉം കൂടെ നമ്മുടെ ഷാർജ ഷേക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്കുമായിട്ടൊരു അഡ്വൈസ് പറയുന്നത്, നമ്മൾ ഈ സാധാരണ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കട്ടപ്പാലാണ് എടുക്കാറ്. അപ്പം എനിക്കും എൻ്റെ അനിയനും ജലദോഷം ആയതുകൊണ്ടാണ് ഞങ്ങൾ കട്ടപ്പാൽ എടുക്കാഞ്ഞത്. നിങ്ങൾക്ക് ഏതാണോ നല്ലത്, മീൻസ് ഇപ്പം ജലദോഷം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടപ്പാൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച പാലാണെങ്കിലും മതി. ഗൈസ്, അപ്പം നമുക്കിനി കുറച്ചായിട്ട് ഈ ബൂസ്റ്റ് നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഈ തണുപ്പ് ഈ സാധനം നമുക്ക് കുറിച്ച് എന്തൊരു ഉന്മേഷമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പം നമുക്കിതെല്ലാം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വീണ്ടും എല്ലാവരെയും കാണാം. താങ്ക് യു, ബൈ ബൈ.